ടേണിംഗ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. അതായത് ചളി വെള്ളത്തിനെ നമ്മൾ ക്ലിയർ വാട്ടർ ആക്കി മാറ്റുകയാണ്. അതിനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. അതായത് 3 ചിരട്ടകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിലും എന്ത് ചെയ്യുക, തുള വയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദി ഹോൾ. എന്ത് ചെയ്യുക, ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു തുണിയോ ആ ഓട്ടയുടെ മുകളിലായിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്. അതായത് ഓരോ ചിരട്ടകളിലും ഒന്നിൽ ഗ്രേവൽ ചല്ലി, അടുത്തതിൽ മണൽ, അടുത്തതിൽ കോക്കനട്ട് ഷെൽ ചാർക്കോൾ. കോക്കനട്ട് ഷെൽ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ചിരട്ട കത്തിച്ച് കിട്ടുന്ന കരി. അങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ച പോലെ എന്ത് ചെയ്യുക, അതെല്ലാം ഒരു ഗ്ലാസിൻ്റെ മുകളിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. നൗ പോർ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, ചളിവെള്ളം നമ്മൾ മുകളിൽ വെച്ച ചിരട്ടയിലേക്ക് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഗ്ലാസിനോട് ചേർന്ന് വരുന്ന കോക്കനട്ട് ഷെല്ലിൽ കോക്കനട്ട് ഷെൽ ചാർക്കോളാണ് ഇടേണ്ടത്. ചിരട്ട കത്തിച്ച് കിട്ടുന്ന കരിയാണ്. നെക്സ്റ്റിൽ മണൽ, നെക്സ്റ്റിൽ ചല്ലി. എന്നിട്ട് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? റൈറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അത് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഫ്ലോ ഡൗൺ ഇൻ ഈച്ച് കോക്കനട്ട് ഷെൽസ്. വെള്ളം ഓരോ കോക്കനട്ട് ഷെല്ലിലേക്കും ഒഴുകി താഴത്തോട്ട് വരുന്നു. അറ്റ് ദിസ് ടൈം, ഇത് ഒഴുകുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഗ്രേവൽ ബ്ലോക്ക് സോളിഡ് വേസ്റ്റ് ഇൻ ദ വാട്ടർ. അതായത് വെള്ളത്തിലുള്ള കട്ടിയായ മാലിന്യങ്ങൾ മുഴുവനും ഗ്രേവല് ബ്ലോക്ക് ചെയ്യുന്നു. ദെൻ ദ സാൻഡ് ഫിൽറ്റേഴ്സ് ഔട്ട് സ്മോൾ വേസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് ഗ്രേവൽ മിസ്ഡ്. അതായത് ഗ്രേവലിൽ ഫിൽറ്റർ ചെയ്യാത്ത ചെറിയ തരിയായ മാലിന്യങ്ങളിലെ വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവനും സാൻഡ് ഫിൽറ്റർ ചെയ്യുന്നു. ദെൻ കോക്കനട്ട് ഷെൽ ചാർക്കോൾ അബ്സോർബ്സ് ഡേർട്ട് ആൻഡ് ഹെൽപ്സ് ടു റിമൂവ് ബാഡ് സ്മെൽസ് ആൻഡ് ടേസ്റ്റ്. അതായത് കോക്കനട്ട് ഷെൽ ചാർക്കോൾ എന്ത് ചെയ്യുന്നു, അത് വെള്ളത്തിലുള്ള ചളികളും അതുപോലെ തന്നെ അതിൻ്റെ ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും എല്ലാം മാറ്റുന്നു. ദെൻ ലാസ്റ്റ് എന്താ നമുക്ക് കാണുക, ദ വാട്ടർ ദാറ്റ് കംസ് ഔട്ട് ഈസ് ക്ലിയറർ ദാൻ ദ മഡി വാട്ടർ യു പോർഡ് ഇൻ. ഗ്ലാസ്സിൽ നിറയുന്ന വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾ ഒഴിച്ച ചളി വെള്ളത്തിനെയും കാട്ടിലൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും, നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. ദ സെയിം മെത്തേഡ് ഈസ് യൂസ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ ദ റെയിൻ വാട്ടർ ടാങ്ക്. ഇതേ രീതി ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികളിൽ ജലം അരിച്ചെടുക്കുന്നത്. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കാൻ നോക്കൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. അതായത് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സിവിയർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. എന്താണ്, ശുദ്ധജലക്ഷാമമുള്ള ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം വഴി വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ വാട്ടർ സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ശുദ്ധീകരിച്ചതാണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓണം എക്സാമിന് ഇതുവരെയുള്ള പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഈ യൂണിറ്റിലെ സോയിൽ എന്ന പാട്ട് എക്സാമിന് ശേഷം നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ് മുതൽ ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.